എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ വാർത്തകളാണല്ലോ നമ്മൾ ഈ നിമിഷങ്ങളിൽ ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇസ്രയേലിൻ്റെ ടാങ്കുകൾ ലെബനൻ അതിർത്തി കടന്ന് ലെബനനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോഴേ കിട്ടിയ വാർത്ത. അതോടൊപ്പം തന്നെ ലെബനൻ സൈന്യം അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ പുറകിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ടാങ്കുകളും സൈന്യവും പതിയെ ലെബനൻ അതിർത്തി കടന്ന് അകത്തേക്ക് ലെബനനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഇന്ന് അല്ലെങ്കിൽ നാളത്തേക്കിന് ഇസ്രയേലിൻ്റെ ടാങ്കുകളും അതുപോലെ കരസേനയും ലെബനോനിലേക്ക് കയറുവാനുള്ള സാഹചര്യമുണ്ടെന്ന്. അതിപ്പോൾ സത്യമായിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ അപ്ഡേറ്റ് പോലെ തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ലെബനൻ അതിർത്തി കടന്ന് ലെബനനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ലെബനൻ സൈന്യം 5 കിലോമീറ്റർ പിൻവാങ്ങിയിരിക്കുന്നുവെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതേ ഉള്ളൂ. വരുന്നതനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സർഫേസ് ടു എയർ മിസൈൽ ലോഞ്ചർ സ്റ്റോറേജ് ഫെസിലിറ്റി ഇപ്പോൾ ഇസ്രയേലിൻ്റെ വ്യോമസേന ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നത് ബെയ്റൂട്ട് എയർപോർട്ടിൻ്റെ 1.5 കിലോമീറ്റർ മാത്രം മാറിയായിരുന്നു ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നത്. സ്കൂളുകളും ഒക്കെ അടുത്തുള്ളതായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നത്. അത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ പ്രിസിഷൻ ബോംബ് അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രയേൽ അവിടെ അറ്റാക്ക് ചെയ്ത് അത് നശിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ആ ഒരു ഫെസിലിറ്റി നശിപ്പിക്കുവാൻ തക്കോണം ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഏറ്റവും പുതുതായിട്ട് വന്ന റിപ്പോർട്ടാണത്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോഴേ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഇസ്രയേൽ അമേരിക്ക വഴി ഇറാനെ അറിയിച്ചിരിക്കുന്നത്, ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ആക്രമണം ഇറാനിൽ നിന്നും ഞങ്ങൾക്കെതിരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അപ്പോൾ തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ തന്നിരിക്കും. ഞങ്ങൾ അവരുടെ ഓയിൽ ഫെസിലിറ്റികളും അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റികളും പവർ പ്ലാന്റുകളും തീർച്ചയായിട്ടും ആക്രമിച്ചിരിക്കും എന്നുള്ള സന്ദേശം അമേരിക്ക വഴി ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ കൊടുത്തിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേലിൻ്റെ യമനിൽ ഹൂതികളുടെ പോർട്ട് ആക്രമിച്ചതായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ ലഭിച്ചിട്ടുണ്ട്. വൻ നാശനഷ്ടമാണ് അവിടെ ഇസ്രയേൽ വ്യോമസേന വരുത്തിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഏത് വിധത്തിലാണ് ഇസ്രയേൽ അവിടെ ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയതെന്നുള്ളത്. അതുപോലെ തന്നെയുള്ള അതിനോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളതായിട്ടുള്ള വൻ ആക്രമണമാണ് ഇസ്രയേൽ ഇന്നലെ അവിടെ അഴിച്ചുവിട്ടത്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആക്രമണത്തിൻ്റെ പ്രഹരം എത്രമാത്രമായിരുന്നു എന്നുള്ളത്. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ കാര്യം ഓർക്കണം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വാർഷിപ്പിനെയും ഈ ഹൂതികളുടെ മിസൈൽ ആക്രമിക്കുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ തിരിച്ചുള്ള ആക്രമണം വളരെ പരിമിതമായിരുന്നു. എന്നാൽ ഇസ്രയേലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ പരിമിതമായിരുന്നു. എന്നാൽ ഇസ്രയേൽ നോക്കുക, അവരെ ആക്രമിച്ചപ്പോൾ ഏത് രീതിയിലാണ് അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിരുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പറയാറുണ്ട്, അമേരിക്ക വളരെ വീക്കായിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും ഇടപെടുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും തടഞ്ഞു നിർത്തുന്നതും ഈ അമേരിക്ക തന്നെയാണ്. അവരെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേപ്പറും നമ്മുടെ മീഡിയകളും ഒക്കെ പറയാറുണ്ട് അമേരിക്കയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കണം, അമേരിക്ക അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർ ആയുധങ്ങൾ സമയത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കുകയാണ്. എന്നാൽ പല ഡീലിൻ്റെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആയുധം കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് അവർ പലപ്പോഴും ഡിലേ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ അമേരിക്ക പലപ്പോഴും ഇസ്രയേലിൻ്റെ കൈകൾ കെട്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്യുവാൻ പറയുന്നതായിട്ടുള്ള പല അവസ്ഥകളും പല സാഹചര്യവും നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ തന്നെ ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ വേണമെന്ന് ഒക്കെ പറയുവാൻ ഇത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇൻഫർമേഷനൊക്കെ വരുന്നതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മളൊന്ന് വിചാരിക്കണം, ഈ ഒരു സമയത്ത് ഇത്രയും ഇസ്രയേൽ ഹിസ്ബുള്ളയെ വീക്കായിരിക്കുന്ന സമയത്ത് ഒരു വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഫലം ആർക്കാണ് ലഭിക്കുന്നത്?
തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഹിസ്ബുള്ളയ്ക്ക് തന്നെയായിരിക്കും. കാരണം 20-30 ദിവസം അവർക്ക് സമയം കിട്ടുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ഒന്നിച്ച് ചേർന്ന് വീണ്ടും അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ സാധിക്കും. അമേരിക്ക എന്തിനാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന് പലപ്പോഴും നമുക്ക് രസകരമായിട്ട് തോന്നും. കാരണം ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ബൈഡൻ മിനിസ്ട്രി എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മിനിസ്ട്രി പലപ്പോഴും ലെഫ്റ്റ് റാഡിക്കൽ ഇസ്ലാമികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പോളിസികളുമാണ് ഈ ദിവസങ്ങളിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് അവരുടെ പോളിസികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലെഫ്റ്റ് റാഡിക്കൽ വിങ്ങാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ മീഡിയകളൊന്നും ഈ കാര്യങ്ങൾ പറയാറില്ല. എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് അത് നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടുതൽ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ വരും നിമിഷങ്ങളിൽ ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റിൽ വന്ന് അത് രേഖപ്പെടുത്തണം. വീണ്ടും പുതിയ അപ്ഡേറ്റുമായി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.